നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത 3-ാം അധ്യായം 43 ശ്ലോകങ്ങൾ അവസാനം വരെ നമ്മൾ ചർച്ച ചെയ്തു. ഓരോ വീഡിയോകളായി ശ്ലോകങ്ങളെടുത്ത് ചർച്ച ചെയ്യുകയുണ്ടായി. ഇതിനെ ഒന്ന് സംഗ്രഹിച്ചു നോക്കിയാൽ 3-ാം അധ്യായത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 2-ാം അധ്യായത്തിൽ സാഖ്യയോഗം ജ്ഞാനയോഗത്തെക്കുറിച്ചും ചിത്തശുദ്ധിക്കായി കർമ്മയോഗത്തെക്കുറിച്ചും ഭഗവാൻ ഉപദേശിക്കുകയുണ്ടായി. തുടർന്നുള്ള കർമ്മയോഗത്തെ തുടർന്നുള്ളതിൽ അർജുനന് ഈ 2 വഴികൾ ഉപദേശിച്ചപ്പോൾ അവിടെ സംശയമുണ്ടാവുകയും തനിക്ക് അനുയോജ്യമായ ഏത് വഴിയായിരിക്കും അത് ഒന്നിനെ ഉപദേശിക്കണമെന്ന് ഭഗവാനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരിയാണ്, നീ പറഞ്ഞത് ശരിയാണ്. 2 വഴികൾ ഞാൻ പറഞ്ഞു. ഒന്ന് സാഖ്യയോഗം ജ്ഞാനയോഗം, രണ്ടാമതായിട്ട് കർമ്മയോഗം, അങ്ങനെ ചിത്തശുദ്ധിക്കായിട്ട് കർമ്മയോഗം. പക്ഷേ ഇവിടെ കർമ്മങ്ങളിലൂടെ അല്ലാതെ നൈഷ്കർമ്മസിദ്ധി, കർമ്മങ്ങളെ ത്യാഗം ചെയ്യുന്ന, സന്യാസം ചെയ്യുന്നത് സാധ്യമല്ല. കർമ്മത്തിലൂടെ മാത്രമേ അകർമ്മത്തിലെത്താൻ കഴിയുള്ളൂ. അകർമ്മം എന്നാൽ സന്യാസം എന്നാൽ ജ്ഞാനം, പരമമായ ആ സത്യത്തെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് കർമ്മത്തെ ചെയ്തേ മതിയാകൂ. അതുകൊണ്ടാണ് കർമ്മയോഗത്തെ കൂടി അവിടെ ഉപദേശിച്ചത്. ഇനി ഈ ഒരു നമ്മുടെ മനുഷ്യൻ്റെ ശരീരം നിലനിർത്തുന്നതിന് പോലും കർമ്മങ്ങൾ ചെയ്തേ പറ്റൂ. അല്ലാതെ നമ്മൾ കർമ്മങ്ങളൊന്നും ചെയ്യാതെ മനസ്സുകൊണ്ട് വിഷയങ്ങളിലേക്കൊന്നും ഇന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെയോ കർമ്മേന്ദ്രിയങ്ങളെയോ വിടാതെ ഒതുക്കി നിർത്തിയതുകൊണ്ട് മാത്രം അതിൽ മനസ്സിലെ ആ ദ്വേഷങ്ങൾ അല്ലെങ്കിൽ ആ കാമങ്ങളൊന്നും ഇല്ലാതാകുന്നില്ല. ആ മനസ്സുകൊണ്ട് വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവനെ മിഥ്യാചാരൻ അല്ലെങ്കിൽ കപടാചാരൻ എന്ന് വിളിക്കും. അവരാണ് കപടാചാരന്മാർ. അപ്പോൾ അവർക്ക് ആത്മീയമായ പുരോഗതി ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആരാണോ മനസ്സുകൊണ്ട് വിഷയങ്ങളിലേക്ക് പോവാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് നിർത്തിയിരിക്കുന്നത്, അവൻ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് കർമ്മയോഗത്തെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവൻ, അവൻ വിശിഷ്ടനാണ്, വിശേഷ ഗുണമുള്ളവനാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. ഇത് തന്നെ രഥകൽപ്പനയിൽ കാണുന്നത്. കുതിരകളാകുന്ന ഇന്ദ്രിയങ്ങൾ, പഞ്ചേന്ദ്രിയങ്ങൾ അതാത് വിഷയങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ നിയന്ത്രിച്ചുകൊണ്ട് മനസ്സാകുന്ന കടിഞ്ഞാണിനെ നിയന്ത്രിച്ചുകൊണ്ട് ബുദ്ധി അവിടെ സാരഥിയായി ഭഗവാൻ നിൽക്കുന്നു. രഥത്തിന് യജമാനായി ആത്മാവും. അങ്ങനെ ബുദ്ധി കൊണ്ട്, വിവേകം കൊണ്ട്, ആത്മവിവേകം കൊണ്ട് ഈ വിഷയങ്ങളിലേക്ക് പോകുന്ന മനസ്സിനെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നവൻ, കർമ്മയോഗത്തിൽ അനുഷ്ഠിക്കുന്നവൻ വിശിഷ്ടനാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിയതമായ കാര്യത്തെ നീ ചെയ്താലും ഈ ശരീരയാത്രയ്ക്ക് പോലും അത് അനിവാര്യമാണ്, ധർമ്മത്തെ അനുഷ്ഠിച്ചാലും പറഞ്ഞു. അതുപോലെ പ്രജാപതി സൃഷ്ടിക്ക് ആരംഭത്തിൽ ഈ പ്രജകളെ യജ്ഞത്തോടു കൂടിയിട്ടാണ്, യജ്ഞേന സഹ പ്രജാ സൃഷ്ടുവ, യജ്ഞത്തോടു കൂടിയാണ് പ്രജകളെ സൃഷ്ടിച്ചത്. അതുവഴി ഈ യജ്ഞങ്ങൾ കൊണ്ട് അതിനെ ശരിയായ വിധം ഈ പ്രജകൾ അനുഷ്ഠിച്ചുകൊണ്ട് ഈ യജ്ഞത്തെ അനുവർത്തിച്ചുകൊണ്ട് അഭിവൃദ്ധിക്ക് കാരണമായി തീരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ യജ്ഞങ്ങൾ പണ്ട് വേദങ്ങളിലൊക്കെ യജ്ഞയാഗങ്ങളെല്ലാം കൊടുത്തിരുന്നു. അത് ബ്രാഹ്മണ വർണ്ണത്തിൽപ്പെട്ടവരാണ് അത് ചെയ്യുക. അത് അന്യവർണ്ണങ്ങൾക്ക് അതൊക്കെ യജമാനായിട്ട് ചെയ്യാം. അങ്ങനെ ബ്രാഹ്മണർ ചെയ്യുമ്പോൾ ആ യജമാനന് അതിന് ഗുണങ്ങൾ കിട്ടും. അപ്പോൾ ദേവതകളെ അന്ന് വൈദിക കാലഘട്ടത്തിൽ, അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ദേവതകളെ യാഗയജ്ഞാദികളിലൂടെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഹവിസുകൾ അവിടെ സമർപ്പിച്ചുകൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തുകയും ദേവതകളെ, ഇപ്പോൾ ഓരോന്നിനും ദേവതകളുണ്ട്. വായു, അഗ്നി, ആകാശം, ഭൂമി, ജലം, ഇതിനൊക്കെ ഓരോ അധിഷ്ഠാന ദേവതകളുണ്ട്. ആ ദേവതകൾക്ക് അങ്ങനെ കൊടുക്കും. നിത്യ അഗ്നിഹോത്രങ്ങളുണ്ട്. മറ്റു കാമനകളോട് ചെയ്യുന്ന പശുപുത്രാദി ഫലങ്ങൾക്കായി ചെയ്യുന്ന യാഗങ്ങളുണ്ട്. അതിലൂടെയെല്ലാം ദേവതകൾക്ക് വന്നു ചേരുകയും ദേവതകൾ അതിലൂടെ വർദ്ധിക്കുകയും അവരെ പ്രീതിപ്പെട്ടുകൊണ്ട് തിരിച്ച് പ്രജകൾക്കായിട്ട് ഇവിടെ സമയത്തുള്ള മഴയും വെയിലും അതെല്ലാം ഈ പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ടും ആ വ്യക്തികൾക്ക് അതിൻ്റെ ഫലയിച്ചയോട് ചെയ്യുന്ന ആ വ്യക്തികൾക്ക് അതാത് ഫലങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നു. ദേവതകൾ പ്രീതിപ്പെട്ട് നൽകുന്നു. വീണ്ടും തിരിച്ച് ഈ ഫലങ്ങൾ ദേവതകളിൽ നിന്ന് ലഭിച്ച ഈ ഫലങ്ങൾ അല്ലെങ്കിൽ ഭോഗങ്ങൾ തിരിച്ച് വീണ്ടും ദേവതകൾക്കായിട്ട് തിരിച്ച് നൽകണം എന്നുകൂടി പറയുകയാണ്. അങ്ങനെ
പരസ്പരം ഭാവയന്തഃ, പരസ്പരം വർദ്ധിപ്പിച്ചുകൊണ്ട് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ട് ഈ ലോകം മുന്നോട്ട് പോകട്ടെ എന്ന് കണ്ടുകൊണ്ട് സൃഷ്ടി ആരംഭത്തിൽ പ്രജാപതി ഈ യജ്ഞങ്ങളോടുകൂടി പ്രജകളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ തിരിച്ചു കൊടുക്കാത്തവരോ? തിരിച്ചു കൊടുക്കാത്തവർ കള്ളൻ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ മാത്രം ഒതുക്കി വയ്ക്കുന്ന ഈ ദേവതകൾ ചെയ്ത് അതിനെ സൂക്ഷിച്ചു വയ്ക്കുന്നവർ പാപികളാണ്. അവർ തന്നെയാണ് അസുര ഗുണങ്ങളുള്ള പാപികൾ തന്നെയാണ്. അവർ തിരിച്ച് ഇതിലേക്ക് കൊടുക്കുന്നില്ല. പക്ഷെ പണ്ട് വൈദിക കാലഘട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആ വൈദിക കാലഘട്ടമില്ല, യാഗയജ്ഞാദികളൊന്നുമില്ല. അപ്പോൾ ഇന്ന് എന്ത് ചെയ്യണം? ഇന്ന് അത് ലോകസേവനാർത്ഥം ഇവിടെ എങ്ങനെ എല്ലാ ജന്തു ജീവജാലങ്ങൾക്കും പക്ഷി മൃഗാദികൾ എല്ലാവർക്കും മനുഷ്യർക്കും എല്ലാവർക്കും നന്മ ചെയ്യുക. മാനവസേവ, മാധവസേവ, ലോകസേവ, നാരായണ സേവ. നാരായണൻ തന്നെയാണ് ഇതെല്ലാം നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ ക്ഷേമത്തിനായി പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് പ്രകൃതിക്ക് അനുകൂലമായി കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് പ്രകൃതിക്കും ഈ ലോകത്തിന് നന്മ ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഈശ്വരപ്രീതി, അതിൽ ഈ ക്ഷേത്രങ്ങളും പൂജകളും എല്ലാം വന്നു. അപ്പോൾ ലോക നന്മയ്ക്കായിക്കൊണ്ട് ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അവന് ഈശ്വരപ്രീതി ഉണ്ടാകുന്നു, അതിലൂടെ അവന് അഭിവൃദ്ധി ഉണ്ടാകുന്നു. ഫലയിച്ഛയോടെ ചെയ്തു കഴിഞ്ഞാൽ ലൗകികമായ ഫലങ്ങളാണെങ്കിൽ അത് ദേവതകൾ നൽകുന്നു. അതല്ല, ഫല ഇച്ഛയില്ലാതെ കർമ്മയോഗം വരെ ചെയ്താൽ അത് ചിത്തശുദ്ധിക്കായത് കാരണമായി തീർന്നു. പക്ഷേ ഈ കിട്ടുന്ന ഫലങ്ങളെല്ലാം തിരിച്ച് നാം ദേവതകൾക്ക് തന്നെ, ഈ പ്രകൃതിയിലേക്ക്, ഈ ലോകക്ഷേമത്തിനായി തന്നെ തിരിച്ചു നൽകണം. തിരിച്ചു നൽകിയില്ലെങ്കിൽ ആ ചക്രം അത് വർദ്ധിക്കില്ല, ലോകനാശത്തിനായിട്ട് അല്ലെങ്കിൽ ആ വ്യക്തിനാശത്തിനായിട്ട് ഭവിക്കും എന്ന് ഭഗവാൻ പറയുകയുണ്ടായി. അപ്പോൾ നമ്മളെ ഒരു കൃഷിക്കാരൻ പോലും ആ കൃഷിയെ, ഭൂമിയെ നേരാവണ്ണം ഉപയോഗിച്ച് അതിലൊന്നും, ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തൊക്കെ രാസവളങ്ങളാണ്, അതൊന്നും ചെയ്യരുത്. ആക്ച്വലി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭൂമിക്ക് ഇതുണ്ടാവുകയാണ്. നമ്മൾ ചെയ്യുന്ന ദോഷങ്ങൾ തന്നെയാണ് ഈ പ്രകൃതിയിൽ നമുക്ക് തിരിച്ച് നാശമായിട്ട് കിട്ടുന്നത്. കാലാകാലങ്ങളിൽ മഴയും വെയിലും ഒന്നും കിട്ടാത്തത് നമ്മൾ ഇവിടുത്തെ മലകളും പുഴകളും ഭൂമിയെയും ഈ വായുവിനെയും എല്ലാം മലിനീകരിച്ചു, ഇല്ലാതാക്കി. അപ്പോൾ അതുകൊണ്ടുള്ള ദോഷങ്ങളാണ്, പ്രകൃതിയിൽ നിന്നുള്ള ദോഷങ്ങളുണ്ടാകുന്നത്. അപ്പോൾ ഇതെല്ലാം യജ്ഞഭാവത്തിൽ എല്ലാവരും ഇത് അനുഷ്ഠിക്കണം, സേവനമായി അനുഷ്ഠിക്കണം, ലോക നന്മയ്ക്കായി നിൽക്കണം. അല്ലെങ്കിൽ ദേവതകൾക്ക് നമ്മൾ അവരെ പ്രീതിപ്പെടുത്തുകൊണ്ട് പരസ്പരം നമ്മൾ വർദ്ധിപ്പിക്കണം. പരസ്പരം ഭാവയന്ത എന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞു. തുടർന്ന് ഈ ചക്രത്തെ അനുവർത്തിക്കാത്തവർ പാപികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ പറയുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? അസക്തമായിട്ട് ഫലങ്ങളിൽ ഇച്ഛയില്ലാതെ ഈശ്വരാർപ്പണമായി കർമ്മത്തെ ചെയ്താലും അതിലൂടെ കർമ്മശുദ്ധി, മനഃശുദ്ധി ഉണ്ടായി ആത്മതത്വത്തെ ബോധിക്കാൻ സാധിക്കും. ഇവിടെ ജനകൻ തുടങ്ങിയ ക്ഷത്രിയന്മാരെല്ലാം അങ്ങനെയാണ് ഇവിടെ ഈ ആത്മജ്ഞാനത്തെ പ്രാപിച്ചത്. അതുകൊണ്ട് നീയും ആ വഴിയെ ചെയ്യാനാണ് അർഹത നിനക്ക്. കാരണം നീ കർമ്മത്തിൽ, രജോ ഗുണത്തിൽ പ്രധാനിയാണ്, അതുകൊണ്ട് കർമ്മത്തിനാണ് അധികാരി എന്ന് ഭഗവാൻ എടുത്തു പറയുകയാണ് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യണം? ഇപ്പോൾ നമ്മൾ അതും ഭഗവാൻ പറയുന്നത്, യദ്യദാചരതി ശ്രേഷ്ഠ തദ്ദത് ഇതരോ ജനഃ ആചരതി. മറ്റുള്ളവരും നമ്മൾ ഒരു ശ്രേഷ്ഠൻ എങ്ങനെ ആചരിക്കണോ അതാണ് മറ്റുള്ള ജനങ്ങൾ ആചരിക്കുന്നത്. അതിനെയാണ് അനുവർത്തിക്കുന്നത്. അതുകൊണ്ട് അകർമ്മത്തിൽ പോകരുത്. അകർമ്മത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരും അകർമ്മത്തിലേക്ക് പോകും. അതിലൂടെ ലോകത്തിന് പുരോഗതി ഉണ്ടാവില്ല, ലോകനാശമാണ് ഉണ്ടാവുക. അതുകൊണ്ട് മറ്റുള്ള അജ്ഞനെ പോലെ തന്നെ കർമ്മങ്ങൾ ചെയ്യണം. ഒരു ജ്ഞാനി പോലും അജ്ഞന് ബുദ്ധിഭേദം ഉണ്ടാക്കരുത്. അജ്ഞൻ എങ്ങനെയൊക്കെ ഈ ലോകത്തിൽ നടക്കുന്നുവോ ചെയ്യുന്നുവോ അതുപോലെ തന്നെ ചെയ്തുകൊണ്ട് ഈ ലോക ക്ഷേമത്തിനായിക്കൊണ്ട് ചെയ്യണം. അവർക്കൊന്നും ചെയ്യാനില്ല. തത്വജ്ഞാനിക്ക് കർത്തവ്യങ്ങളില്ല, വിധി നിഷേധങ്ങളില്ല. ശാസ്ത്രം പോലും തിരിഞ്ഞു നിൽക്കുകയാണ്. കാരണം അവർക്ക് വിധി നിഷേധങ്ങളൊന്നുമില്ല. ശാസ്ത്രം ഇത്രയുള്ളൂ, അവർക്ക് തത്വജ്ഞാനത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്, തത്വജ്ഞാനത്തെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞു. അതിൻ്റെ കർമ്മം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശാസ്ത്രം പോലും ഗുരു എല്ലാം തിരിഞ്ഞു. അവിടെ പിന്നെ അവർക്ക് വിധി നിഷേധങ്ങളില്ല. എങ്കിൽ കൂടി തത്വജ്ഞൻ പോലും ഈ ലോകക്ഷേമങ്ങൾ ചെയ്തു കാണുന്നുണ്ടെങ്കിൽ അത് അവർ അനുവദനീയമാണ്. അവർക്കും അങ്ങനെ ആവാം ഈ ലോകക്ഷേമത്തിന് വേണ്ടി. കാരണം മറ്റുള്ളവരുടെ നന്മയ്ക്ക്, അല്ലെങ്കിൽ ഈ അജ്ഞാനികളായ കർമ്മബന്ധനത്തിൽപ്പെട്ടിരിക്കുന്ന അവരെ, ആ മൂഢന്മാരെ
എന്ന് ഭഗവാൻ എടുത്തു പറയുകയാണ്. അപ്പോൾ അജ്ഞാനാം കർമ്മസംഗിനാം എന്ന ബുദ്ധിഭേദം ജനയെ, ബുദ്ധിഭേദത്തെ ഉണ്ടാക്കരുത്. അവർക്ക് ബുദ്ധിഭേദം ഉണ്ടാക്കാതെ അവരെ കൂടെ നിന്നുകൊണ്ട് അവരെ ആ തലത്തിൽ നിന്നും കർമ്മയോഗപരമായിട്ട് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഉപദേശങ്ങളും കാര്യങ്ങളിലൂടെ നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുത്തുകൊണ്ടും അങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരെയും ആത്മസ്വരൂപത്തിലേക്ക് അല്ലെങ്കിൽ ആത്മതത്വജ്ഞാനത്തിലേക്ക് നയിക്കണം. അതിലൂടെ ഈ ലോകത്തെ പരിപാലിക്കണം. തത്വജ്ഞൻ പോലും അങ്ങനെ ചെയ്യുന്നു എന്ന് കാണാം. അപ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, ഞാൻ പോലും ഈ സൃഷ്ടിയെ നടത്തി അതിനെ നിയന്ത്രിച്ച് അല്ലെങ്കിൽ നേതാവായി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ പോലും, ഭഗവാൻ ആ ഈശ്വരീയ ഭാവത്തിൽ പറയുന്നത്, ഞാൻ പോലും കർമ്മത്തിലാണ് അനുഷ്ഠിക്കുന്നത്, കർമ്മം ചെയ്യാതിരിക്കുന്നില്ല. ഞാൻ കർമ്മം ചെയ്യാതിരുന്നാൽ ഈ ലോകത്തിന് നാശമാണ്. അതുകൊണ്ട് ഇവിടെ അകർമ്മം എന്നുള്ളൊരു ഇതില്ല. അതുകൊണ്ട് കർമ്മത്തിലൂടെ മാത്രമേ ഈ നൈഷ്കർമ്മ്യസിദ്ധി ലഭ്യമാകുള്ളൂ. അതുകൊണ്ട് കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ല, വാസനാക്ഷയമില്ലാതെ ഒളിച്ചോടുകയല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, ഈ വാസനകളുണ്ടെങ്കിലോ ഈ രാഗദ്വേഷങ്ങളുണ്ടെങ്കിലോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് സ്വധർമ്മമായ കാര്യങ്ങളിലേക്ക് രാഗമുണ്ടാവാതെ, അതിനോട് ഇതില്ലാതെ, ഇച്ഛയില്ലാതെ അധർമ്മമായ സ്വധർമ്മമല്ലാത്ത അധർമ്മമായ കാര്യങ്ങളിലേക്ക് നമ്മുടെ രാഗദ്വേഷങ്ങൾ നയിക്കും. അത് നാശമാണ്. സ്വധർമ്മം അനുഷ്ഠിക്കണം. അതിലൂടെ മാത്രമേ ഒരുവന് ശ്രേയസ് ഉണ്ടാകുന്നുള്ളൂ. സ്വധർമ്മമല്ലാത്തത്, അതാത് ജനങ്ങൾക്ക് നമുക്ക് വിധിക്കപ്പെട്ട കർമ്മങ്ങളുണ്ടല്ലോ. ഇന്നത്തെ കാലം, അന്ന് വർണ്ണവ്യവസ്ഥയാണെങ്കിൽ ഇന്ന് അതിന് നമുക്ക് വിധിക്കപ്പെട്ട ഏത് കർമ്മമാണോ അത് സ്വധർമ്മത്തെ നല്ലവണ്ണം നല്ല രീതിയിൽ ചെയ്യണം ഈശ്വരാർപ്പണമായിട്ട്. ഇല്ലെങ്കിൽ എന്തുണ്ടാകും? അധർമ്മത്തിലൂടെ പോയി അല്ലെങ്കിൽ സ്വധർമ്മമല്ലാതെ പരധർമ്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾ എത്ര നന്നായി ചെയ്താലും അത് പുരോഗതിക്ക് ഗുണമാകില്ല. അത് ആത്മഹത്യക്ക് തുല്യമാണ്. അതുകൊണ്ട് നീയെ സന്യാസമല്ല സ്വീകരിക്കേണ്ടത്, ഇപ്പോൾ കർമ്മത്യാഗമല്ല, നിൻ്റെ ധർമ്മമായ യുദ്ധമായി മുന്നോട്ട് വന്നിരിക്കുന്ന ആ ധർമ്മത്തെ തന്നെയാണ് ഒരു ക്ഷത്രിയൻ എന്ന നിലയിൽ നീ അനുഷ്ഠിക്കേണ്ടത് എന്ന് ഭഗവാൻ പറയുകയുണ്ടായി. തുടർന്ന് അപ്പോൾ അർജുനൻ ചോദിക്കുകയുണ്ടാകുന്നു, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് എന്തിൻ്റെ ഫലമായ പ്രേരണയെ കൊണ്ടാണ് ഈ ഒരുവൻ അധർമ്മത്തിലേക്ക് നയിക്കുന്നത്? ആരുടെ ഇച്ഛയില്ലായിരുന്നിട്ടും ആരുടെ പ്രേരണയിലാണ് എന്ന് ഭഗവാനോട് സംശയം ചോദിക്കുകയാണ് അർജുനൻ. തുടർന്ന് പറയുന്നുണ്ട്, കാമം, ക്രോധം, ഈ രജോഗുണ സമുദ്ഭവമായ രജോഗുണത്തിൽ നിന്നും ഉടലെടുത്ത ഈ കാമവും ക്രോധവും തന്നെയാണ് ഈ മഹാപാപമായിട്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ തത്വത്തെ മറഞ്ഞിരിക്കുന്നത്. തത്വബോധമില്ലാത്ത ഈ കർമ്മബന്ധനത്തിലേക്ക് നയിക്കുന്നത് ഈ കാമവും ക്രോധവും തന്നെയാണ്. അപ്പം ഈ വിഷയങ്ങളിലേക്കുള്ള മനസ്സിൻ്റെ പോക്ക് അത് തന്നെയാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. ജ്ഞാനേന്ദ്രിയങ്ങളെയും കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് അതാത് വിഷയങ്ങളിലേക്ക് ഇതിനെ അതിൻ്റെ ആ കുത്തൊഴുക്കിൽപ്പെടാതെ മനസ്സുകൊണ്ട്, കടിഞ്ഞാണാകുന്ന മനസ്സുകൊണ്ട്, ബുദ്ധിയാകുന്ന വിവേകം കൊണ്ട് ഇതിനെ നിയന്ത്രിച്ച് മുന്നോട്ട് നീങ്ങണം. ഇല്ലെങ്കിൽ വിഷയാരാമനായിക്കൊണ്ട് വിഷയങ്ങളിലേക്ക് ഇറങ്ങി വിഷയങ്ങൾക്ക് ബന്ധപ്പെട്ട് അതിനനുസരിച്ച് കർമ്മങ്ങൾ ചെയ്ത് ബന്ധനനാവും. സ്വാർത്ഥ ബുദ്ധിയോടുകൂടി മുന്നോട്ട് നീങ്ങുന്തോറും നമ്മളെ വീണ്ടും പാപപുണ്യങ്ങളിലൂടെ ജന്മമൃത്യുവിലൂടെ പല ജന്മങ്ങളെടുത്ത് നരിയായും പുഴുവായും കല്ലായും മണ്ണായും പശുവായും അല്ലെങ്കിൽ മനുഷ്യനായും ഇങ്ങനെ ജന്മങ്ങളെടുത്ത് ദുഃഖങ്ങളിലൂടെ ഈ സംസാര സാഗരത്തിൽ മുന്നോട്ട് നീങ്ങേണ്ടി വരും. അതുകൊണ്ട് നീ കർമ്മബന്ധ വിമുക്തനാവാൻ നിയതമായ കർമ്മത്തെ കർമ്മയോഗപരമായി ചെയ്യൂ എന്ന് പറയാം. അപ്പോൾ ഇത് എവിടെയാണ് ഈ കാമവും ക്രോധവും? ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മാത്രം കാമവും ക്രോധവും നമ്മൾ നിയന്ത്രിക്കുന്നു, അല്ലാതെ അത് ഇല്ലാതാകുന്നില്ലല്ലോ. അതുകൊണ്ട് ഇത് എവിടെയാണ് ഈ കാമവും ക്രോധവും നിൽക്കുന്നതെങ്കിൽ അത് ഇന്ദ്രിയങ്ങളിലും മനസ്സിലും ബുദ്ധിയിലുമാണ്. അപ്പോൾ നമ്മുടെ അന്ധകരണത്തിൽ തന്നെയാണ് ഈ കാമവും ക്രോധവും എല്ലാം ഉള്ളത് എന്ന് അറിഞ്ഞുകൊണ്ട് ഇതിനെ നിയന്ത്രിച്ച് നിർത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇതിനെല്ലാം ശ്രേഷ്ഠമായിരിക്കുന്ന, ഇതിനെല്ലാം പരമായിരിക്കുന്ന ആത്മതത്വത്തിലൂടെ മാത്രമേ ഇതിനെ ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ. കാരണം ഇത്രയും ശക്തി കൂടിയ, ഇത്രയും അതിനെ പ്രാപിക്കാൻ വളരെ വിഷമമുണ്ട് നേരിട്ട് ഇതിനോട് യുദ്ധം ചെയ്യാൻ. അതുകൊണ്ട് അങ്ങനെ ബലാൽ അത് ചെയ്യാൻ സാധ്യമല്ല. അതുകൊണ്ട് നീ ആത്മതത്വത്തെ ബോധിച്ചുകൊണ്ട് ഇതിനെല്ലാം പരമായിരിക്കുന്ന ശരീര മനോബുദ്ധികൾക്ക് അഹങ്കാരാദികൾക്കെല്ലാം പരമായിരിക്കുന്ന
തത്വത്തെ, ആത്മതത്വത്തെ, ഈശ്വരനെ ബോധിച്ചുകൊണ്ട് ആ ഈശ്വര തത്വത്തിൽ ബുദ്ധി ഉറപ്പിച്ച് കർമ്മത്തെ ചെയ്താലും അതിലൂടെ ഈ നിയന്ത്രിച്ചു കൊണ്ട് പോകുന്തോറും ഈ കാമക്രോധങ്ങളെല്ലാം ക്ഷയിക്കും, ആത്മതത്വം നിനക്ക് ചിത്തശുദ്ധിയിലൂടെ ബോധിക്കും എന്ന് ഭഗവാൻ ഇവിടെ പറയുകയാണ്. അപ്പം ഇതുപോലെ ഇത് ഭഗവാന്റെ ഈ ഉപദേശങ്ങൾ ശരിയായി മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ ഇതിൽ ശ്രദ്ധയില്ലാതെ, പണ്ടത്തെ കാര്യങ്ങളാണ്, ഇതിലൊക്കെ എന്തുണ്ട് എന്ന് പറഞ്ഞ് ഇതൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നവർ വിഷയിച്ച കൊണ്ട് അവരെ നാശത്തിലേക്കാണ് നീങ്ങുന്നത്. അതുകൊണ്ട് അതിൽ അസൂയയുണ്ടാവാതെ ഭഗവാന്റെ വാക്കുകളെ ഒരു മനുഷ്യൻ്റെ വാക്കുകളായിട്ട് കാണാതെ അതിനെ ഈശ്വര വചനങ്ങളായി കണ്ടുകൊണ്ട് നമ്മൾ ആ കർമ്മയോഗം ചെയ്തുകൊണ്ട് മുന്നോട്ട് നൈഷ്കർമ്മസിദ്ധിയിലേക്ക്, സന്യാസത്തിലേക്ക്, അല്ലെങ്കിൽ തത്വജ്ഞാനത്തിലേക്ക് നീങ്ങണമെന്ന് ഭഗവാൻ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കാമത്തെയും ക്രോധത്തെയും നശിപ്പിക്കണമെങ്കിൽ തത്വജ്ഞാനം തന്നെയാണ് ആവശ്യം. ആ തത്വജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ് ഈ കാമക്രോധാദികൾ വളരുകയും മനുഷ്യനെ മോഹത്തിനടിമയാക്കി കർമ്മബന്ധനത്തിൽ പെടുത്തി ദുഃഖത്തിന് കാരണമാക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തിരിച്ചു പോകാൻ ആത്മജ്ഞാനത്തോടുകൂടി, അല്ലെങ്കിൽ ആത്മവിവേകത്തോടുകൂടി കർമ്മങ്ങളെ ഈശ്വരാർപ്പണമായി ഫലഭോഗങ്ങൾ, ഫല ഇച്ഛയില്ലാതെ, അതിൽ സംഘങ്ങളില്ലാതെ കർമ്മയോഗം ചെയ്ത് ചിത്തശുദ്ധി നേടി തത്വജ്ഞാനത്തിലേക്ക് ഉയരണം എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇതെല്ലാം യജ്ഞങ്ങളായി കണ്ടുകൊണ്ട്, ഇപ്പോൾ ഈശ്വരാർപ്പണമായി യജ്ഞമായിട്ട് സ്വയം ഭക്ഷണം കഴിക്കുന്നത് പോലും യജ്ഞമാണ്. നമ്മുടെ ജീവിതം പോലും മുഴുവനായും യജ്ഞഭാവനയിലൂടെ ഈശ്വരനായി സമർപ്പിക്കുക ജീവിതത്തെ. അതുപോലെ ഇപ്പോൾ ദേവതകളെ അനുഗ്രഹിച്ച് തരുന്നത് അത് ചിത്തശുദ്ധിയാണ്. ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, വിഷയങ്ങളിലെ അങ്ങനത്തെ ലാഭയിച്ഛകളൊന്നും ഇല്ലെങ്കിൽ അത് ചിത്തശുദ്ധിയാണ്. ആ ചിത്തശുദ്ധി പോലും ആഗ്രഹിക്കേണ്ട ആവശ്യമില്ല. അത് അത് ഈ ഏത് കർമ്മത്തിനും അതിൻ്റെ ഫലമുണ്ട്. അത് ഫലമുണ്ട് എന്നുള്ളതാണ്. അത് നമ്മുടെ കയ്യിലല്ലാത്തത് കൊണ്ട് തന്നെ അതിനെപ്പോലും ഇച്ഛിക്കേണ്ട ചിത്തശുദ്ധി അതിലൂടെ ഉണ്ടാകുന്നു. അതിലൂടെ തത്വജ്ഞാനം നിഷ്ഠയുണ്ടാകുന്നു, ജ്ഞാനത്തിൻ്റെ നിഷ്ഠയുണ്ടാകും. അപ്പോൾ ആത്മബോധത്തോടുകൂടി സത്സംഗങ്ങളെല്ലാം ശ്രവിച്ച് കാര്യങ്ങളെല്ലാം എന്നും മനസ്സിനെ ആത്മബോധത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് പറയുന്നത് സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്തെ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗമുണ്ടാവുന്നത്. ഏതിനോട് സംഗത്വം ഇല്ലാതാവും? നമുക്ക് വിഷയങ്ങളോടില്ല, അല്ലെങ്കിൽ ഈ കാമക്രോധങ്ങളുടെ ഒഴുക്കിൽ പെടില്ല, അതിൽ നിസ്സംഗമുണ്ടാവും. നിസ്സംഗത്തെ നിർമോഹത്വം, അപ്പോൾ മോഹങ്ങളില്ല, രാഗദ്വേഷങ്ങളൊന്നും ഇതിലേക്ക് നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നില്ല കൂടുതലായിട്ട്. നിർമോഹത്വം. നിർമോഹത്തെ നിശ്ചലമാകുന്നു. മനസ്സ് നിശ്ചലമാവുക എന്ന് പറഞ്ഞാൽ ആത്മതത്വത്തിലേക്ക് കൂടുതൽ ഉറയ്ക്കുന്നു. നിശ്ചലജത്വേ ജീവമുക്തി. അങ്ങനെ ആത്മാവിൽ ഉറയ്ക്കുന്ന ഞാൻ കർത്താവല്ല, ഞാൻ ഭോക്താവല്ല, ഞാൻ ഈ പ്രപഞ്ചത്തിൽ വേറൊന്നും മറ്റൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ ഒരിക്കലും ഉണ്ടാകാതെ ഉണ്ടായതല്ല, അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ലാതാകുന്നില്ല, ഞാൻ എന്നും നിത്യശുദ്ധമുക്തമായ സച്ചിദാനന്ദ സ്വരൂപമാണ്, സച്ചിത് ആനന്ദ സ്വരൂപമാണ് എന്നുള്ള ബോധം ഉറയ്ക്കുന്നു എന്ന് കണ്ടുകൊണ്ട് 3-ാം അധ്യായം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇനി 4-ാം അധ്യായത്തിൽ അവതാര ലക്ഷ്യങ്ങളും മറ്റുള്ള തുടർന്നുള്ള കാര്യങ്ങളും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, ചർച്ച ചെയ്യാം. അപ്പോൾ ഈ വീഡിയോകൾ ചെറു വീഡിയോയിൽ കൊടുക്കുന്നത് നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭ്യമാകാൻ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യപ്പെട്ടുകൊള്ളുന്നു. വേണ്ടവർക്കത് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കൂ. അപ്പോൾ അടുത്ത 4-ാം അധ്യായം തുടങ്ങുമ്പോൾ അത് പുതിയൊരു വീഡിയോ ആയി നമുക്ക് ചർച്ച ചെയ്യാം. നമസ്കാരം.